KV രഘുനാഥൻ മാഷ് നമ്മോട് വിടവാങ്ങി. ആ മഹത് ജീവിതത്തിന് പരിഷത്ത് കുടുംബത്തിൻ്റെ പ്രണാമം. രോഗശയ്യയിലെ അബോധങ്ങൾക്കിടയിലും അദ്ദേഹം പരിഷത്തിനെക്കുറിച്ച് സംസാരിച്ചു. അത്രമേൽ സ്നേഹിക്കയാൽ പരിഷത്തിനോടും പരിഷത്തുകാരോടും ഒപ്പമായിരിക്കാൻ അതിയായി ആഗ്രഹിച്ച അദ്ദേഹം ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം വിദേശത്തു നിന്നും ജന്മനാട്ടിലേക്ക് മടങ്ങി എത്തുകയായിരുന്നു. പരിഷത്തോർമ്മകളെക്കുറിച്ച് പറയുമ്പോൾ വീണ്ടും ജീവിക്കുകയാണെന്ന് തോന്നും. അത് തീരില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ചില അനുഭവങ്ങളിലൂടെ. സാഹചര്യങ്ങളുടെ ഒരു പ്രത്യേകത കൊണ്ടാണ് പരിഷത്തിലേക്ക് വന്ന് പെട്ടതും തുടർന്ന് വളരെ മനസ്സുഖത്തോടും പിന്നെ കാര്യക്ഷമതയോടും കൂടി പ്രവർത്തിക്കാൻ സാധിച്ചതും എന്ന് പറയേണ്ടിയിരുന്നു. 1962 സെപ്റ്റംബർ 10 കോഴിക്കോട് വെച്ച് നടന്ന പരിഷത്ത് രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തവരിൽ ജീവിച്ചിരുന്ന അവസാനത്തെ വ്യക്തിയായിരുന്നു KV രഘുനാഥൻ മാഷ്. അന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനത്തെക്കുറിച്ച് കുറേ ആയിരിക്കുമ്പോഴാണ് ആരോ പറഞ്ഞത്, നിങ്ങൾ എഴുതുന്നതൊക്കെ ഒന്ന് MC നമ്പൂതിരിപ്പാടിനെ കാണിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പോയപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു, എടോ തനിക്ക് പറ്റിയ ഒരു സംഘടന കോഴിക്കോട് ഉണ്ടാവാൻ പോകുന്നുണ്ട്, അതിൽ താൻ ചേർന്നൂടെ, തൻ്റെ ഇതിനൊക്കെ എന്താ സമ്പ്രദായത്തിനൊക്കെ അത് വളരെ പാകാവും. അപ്പോൾ സംഘടനയുടെ പേര് ചോദിച്ചപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അതിൻ്റെ തുടക്ക കാര്യങ്ങളിലൊക്കെ വളരെ ശക്തിയായിട്ടും കാര്യക്ഷമമായിട്ടും നടത്തുന്നത് KG അടിയോടി എന്ന് പറഞ്ഞ ഈ സെൻറ്റ് ജോസഫ് കോളേജ്, ദേവരി കോളേജിലത്തെ സുവോളജി ലെക്ചറായിട്ടുള്ള KG അടിയോടിയാണ്. അപ്പോൾ കോഴിക്കോട് ചെന്ന് ഇറങ്ങുന്നത് വെളുപ്പാങ്കാലത്ത്, മലബാർ എക്സ്പ്രസ് വെളുപ്പാങ്കാലത്ത് കോഴിക്കോട് എത്തുക. അപ്പം അങ്ങനെ പുറത്ത് കിടന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് ചോദിച്ചു ദേവഗിരി കോളേജിൽ ബസ്. അപ്പോൾ ബസ് ഉണ്ടായിരുന്നു, അതിൽ പോയി. ഈ അടിയോടിയുടെ ക്വാർട്ടേഴ്സ് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതന്നെയാന്ന് പറഞ്ഞു. അപ്പം അങ്ങോട്ട് കയറി. ആരാ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു അടിയോടിയെ കാണാൻ വന്ന ഒരാളാണ്. അപ്പം രാവിലെ അങ്ങോട്ട് ആവണേ ഉള്ളൂ, അവരും മിറ്റടിക്കുക അടിയോടിയുടെ അമ്മ. അപ്പോൾ വന്നപ്പോൾ അടിയോടി വന്നു. അപ്പം ഞാൻ ഇന്ന കാര്യത്തിൽ പറഞ്ഞു നന്നായി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ അധികം വിസ്തരിച്ചാൽ ഇങ്ങനെ രണ്ടാമത് ജീവിക്കണ പോലെ തോന്നും. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അവസാനിക്കില്ല. അപ്പോൾ ഈ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ തലേ ദിവസം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ കുറേ അവതരണങ്ങൾ, അത് സിമ്പോസിയം ഒരു വിഷയത്തിന്മേലല്ല, പല പല വിഷയങ്ങൾ. അപ്പോൾ ഞാൻ ഇത് നോക്കിയ അപ്പോൾ അതിൽ സെക്കൻഡറി സ്കൂളിലെ ശാസ്ത്ര വിദ്യാഭ്യാസത്തിനെ പറ്റിയിട്ട് ഒന്നുമില്ല. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ അതാണ് അടിയന്തര ശ്രദ്ധ അർപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കാര്യം അന്ന് നമ്മുടെ ഭീഷ്മാചാര്യരായിരുന്നു CC പണിക്കർ, അതായത് അദ്ദേഹം ചിറ്റൂര് ഗവൺമെൻറ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു, പറവൂക്കാരനാണ് പറഞ്ഞു. അപ്പം ഞാൻ രാത്രി ഊണ് കഴിക്കാതിരിക്കുമ്പോൾ അത് പറഞ്ഞു ഇതില്ലല്ലോ, അപ്പോൾ തന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കാം. അപ്പോൾ ഈ ഭാസ്കര പണിക്കർ ഒരു വാണിംഗ് തന്നു, നല്ലോണം സൂക്ഷിച്ച് എഴുതുന്നതാണ് കേട്ടോ. NV ഒക്കെ പങ്കെടുക്കുന്നതാണ്, വല്ലതും NV കൃഷ്ണമാര് വല്ലതും കണകുണ വർത്താനം പറഞ്ഞാൽ അദ്ദേഹം പിടിച്ച് ഇതാക്കുന്നു. അപ്പം ഞാൻ പറയുമ്പോൾ ഒരു ചരിത്ര ഇതായിട്ട് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഞാൻ അത് എഴുതുകയും ഒരു രാത്രി ഉറങ്ങേണ്ടത് തുടങ്ങി, രാവിലെ നേരത്തെ എണീക്കും എപ്പോഴും. അപ്പോൾ അങ്ങനെ ആയിട്ട് ഇത് എഴുതി
രാവിലെ പിന്നെ ഈ CD എന്തോ പണിക്കരാണ്. അദ്ദേഹത്തിനെ കാണിച്ചു. അദ്ദേഹം ധൃതിയുടെ ഒന്ന് വായിച്ചു. കൊള്ളാം, വായിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ സിമ്പോസിയത്തിനും വളരെ 10-21 ആള് അവർക്ക് പ്രാഗൽഭ്യമുള്ള വിഷയങ്ങളിൽ സംസാരിക്കുന്നതായിരുന്നു. അങ്ങനെ ഒരു KKP മേനോൻ ഈ മത്സ്യങ്ങളെ പറ്റിയിട്ടുള്ളത്, അങ്ങനെ കുറേ പേര് സംസാരിച്ചു. അതിൽ ഒരാളാവാൻ എനിക്കും പറ്റിയെന്നുള്ളൊരു മഹാ അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന പരിഷത്ത് സംസ്ഥാന വാർഷിക സമ്മേളനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ. സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം സഖാവ് EMS അന്ന് മുഖ്യമന്ത്രിയായിരുന്നു, അദ്ദേഹമാണ് നിർവഹിച്ചത്. അപ്പോൾ ആ യോഗത്തിന് സ്വാഗതം പറഞ്ഞത് നമ്മുടെ PP ഭാസ്കര പണിക്കരാണ്. അപ്പം ഞാനൊന്ന് രണ്ടപ്പോൾ നമ്മുടെ CP നാരായണൻ അങ്ങനെയുള്ള അവരോടിങ്ങനെ എന്തെങ്കിലും കൂട്ടം കൂടി ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ കണ്ണൂരിൽ നിന്ന് തന്നെ മലപ്പുറത്തുകാരനാണ് ഒരു ഫിലിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രവർത്തകൻ എന്നെ ഇങ്ങനെ തോണ്ടിയിട്ട് പറഞ്ഞു, നിങ്ങളെ പറ്റി പറഞ്ഞു. അപ്പോൾ ഞാൻ ശ്രദ്ധിപ്പിച്ച കേട്ടാണ് കണ്ണൂരിൽ രഘുനാഥനും കൂട്ടുകാരും നടത്തുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ സാധിച്ചാൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഒരു അർദ്ധജനകീയ സംഘടനയായി എന്ന് ഞാൻ പറയും. അത് കേട്ടത് എന്തോ വലിയ സർട്ടിഫിക്കറ്റായിട്ട് തോന്നി. പരിഷത്ത് എൻ്റെ മനസ്സിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന എന്താ പറയേണ്ട അമാനുഷമായിട്ടുള്ളതെന്നോ യുക്തിക്ക് നിരക്കാത്തത്, അതിലെത്രയോ മഹത്തായിട്ടുള്ള ലക്ഷ്യമുള്ളതായിട്ട് തോന്നുന്ന ഒരു സംഘടനയും പ്രവർത്തന രീതിയും ആയിരുന്നു പരിഷത്തിൻ്റേത്. അതിൽ ഭാഗവാക്കാവാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തെ തന്നെ അർത്ഥശൂന്യതയിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചു. ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി വാഷിങ്ടണിലെത്തിയപ്പോൾ 6 മാസക്കാലം സെൻട്രൽ അമേരിക്കയിലുള്ള ഭാര്യാ സഹോദരനൊപ്പം താമസിക്കുകയുണ്ടായി. വളരെ രസികനായിരുന്ന അദ്ദേഹവുമായി നടത്തിയ ഒരു സംഭാഷണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, എല്ലാവരും അമേരിക്കയിൽ വന്നാൽ മലയാളികളായിട്ടുള്ള എല്ലാവരും എന്തെങ്കിലും കാര്യമായിട്ട് അമേരിക്കയിലേക്ക് വന്നാൽ അവരുടെ സൂത്രം മുഴുവൻ ഉപയോഗിച്ചിട്ട് ഈ അമേരിക്കൻ പൗരന്മാരാവാൻ ശ്രമിക്കും. അപ്പം അതുപോലെ നിങ്ങളുടെ തമിഴിലെ ഈ സഹോദരിയുടെ ഭർത്താവിനെ അത്തിൻ്റെ അടുത്താണ് വിളിക്കുക. അപ്പം അത്തിൻ്റെ അടുത്തും അമേരിക്കയുടെ ഇതായിക്കൂടെ. അപ്പം ഞാൻ അതാ പറഞ്ഞു, ഒരു കുഞ്ഞുണ്ണാമ്പും പ്രായോഗികതയും ഒന്നും അറിയില്ല. ഒരു എന്താ പറയേണ്ട, ഒരു സ്വപ്ന സദൃശമായിട്ടുള്ള ഒരു ആവേശം. അതുപോലെ തന്നെ ആ സ്വപ്നത്തിന് സാധിക്കാൻ കഴിയുന്ന ലക്ഷ്യങ്ങളുടെ ഗഹനത സംബന്ധിച്ച ഒരു ബോധ്യം. അപ്പോൾ ഞാൻ ഈ അളിയനോട് പറഞ്ഞു, തനിക്ക് 2 കാര്യം ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ ചോദിച്ചു, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഒന്ന് ശുഭ ഇവിടെ വരണം. ശുഭ എന്ന് പറയുന്ന എൻ്റെ മോള്, ആ മകൾക്ക് ഇവിടെ എൻ്റെ ഒപ്പം ഉണ്ടാവാനുള്ള സൗകര്യം വേണം. രണ്ടാമത്തത്
ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് ഇവിടെ പ്രവർത്തിക്കാനുള്ള പിന്നെ വേണ്ട നിയമ മറ്റ് ഏത് തരത്തിലെങ്കിലും ഇവിടെ ഒരു കാര്യം ഉണ്ടാവണം എന്ന, അതായത് വ്യക്തി ജീവിതത്തിലെ വളരെ പ്രധാനമായിട്ടുള്ള നമ്മുടെ കുട്ടികളുടെ, എൻ്റെ മകളുടെ സാന്നിധ്യവും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സാന്നിധ്യവും എനിക്ക് എൻ്റെ മനഃതൃപ്തിയും അതുപോലെ ലക്ഷ്യബോധവും ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയായിട്ട് ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വിഡ്ഢിത്താന്നും മനസ്സിലാവാൻ അധികം സമയമൊന്നും വേണ്ടില്ല. പരിഷത്തിനെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയ രഘുനാഥൻ മാഷ് മതമോ രാഷ്ട്രീയമോ സമ്പത്തോ ഒന്നും നോക്കാതെ ആർക്കും വന്ന് അറിവ് നേടാനും പ്രാവർത്തികമാക്കാനും കഴിയുന്ന ഒരു പരിഷത്ത് വിദ്യാഭ്യാസ സ്ഥാപനം മാഷിൻ്റെ സ്വപ്നങ്ങളിലൊന്നായിരുന്നു. കേരളത്തിൻ്റെ അതിരുകൾ കടന്ന് ഇന്ത്യയിൽ മാത്രമല്ല കാലദേശങ്ങൾക്കതീതമായി ലോകം മുഴുവൻ വ്യാപിക്കുന്ന ഒരു പരിഷത്ത് എന്ന മനോഹര സ്വപ്നവും നെഞ്ചേറ്റിയാണ് പ്രിയപ്പെട്ട രഘുനാഥൻ മാഷ് യാത്രയായത്. മൊത്തത്തിൽ ഞാൻ ഗംഗാധരനൊഴുക്കി എഴുതി നമ്മുടെ പരിഷത്തിന് കേരളത്തെ മറികടന്ന് അന്ന് അന്യമാം രാജ്യങ്ങളിൽ വേരോടിക്കാൻ പറ്റും എന്നുള്ള ഒരു സ്വപ്നം അത് ഗംഗാധരനോട് പറഞ്ഞു, നമ്മുടെ ടിജിയോട്. ആ പറഞ്ഞത് ഇപ്പോൾ 1-2 ജീവിതകാലം കൊണ്ട് നടക്കില്ല. പക്ഷെ അതാണ് നമ്മുടെ ഏറ്റവും സാധൂകരണം സാധിക്കുന്ന, പ്രശസ്തി സ്ഥാപിക്കുന്ന ഒരു അടിസ്ഥാനമായിട്ട് തീരേണ്ടത്. അത് ഇപ്പോഴല്ലെങ്കിൽ ഇപ്പോൾ മുതൽ തുടങ്ങി ഏതെങ്കിലും കാലത്ത് സാധിക്കും എന്നുള്ള ഒരു വളരെ സന്തോഷകരമായ ഒരു സ്വപ്നം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പരിഷത്തിൻ്റെ പഴയ ഏർപ്പാടാവശ്യങ്ങളും അഭിവാദ്യങ്ങൾ.